ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു ചുഴിയിൽ പെട്ടുപോയാൽ അല്ലെങ്കിൽ നല്ല ഒഴുക്കിൽ പെട്ടുപോയാൽ മുങ്ങിപ്പോകാതെ നമ്മൾ ആ വെള്ളത്തിൽ കൈയും കാലും ഒക്കെ അടിച്ച് നിൽക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പോഴായിരിക്കും ഒരു ലൈഫ് ഗാർഡ് നമ്മുടെ അടുത്തേക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് വരുമ്പോൾ ആ ലൈഫ് ഗാർഡ് നമ്മളെ പിടിക്കുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം നമ്മളുടെ വെപ്രാളം അവസാനിപ്പിക്കുക. നമ്മൾ ഈ വെപ്രാളത്തിൽ കൈയും കാലും വെള്ളത്തിലിട്ട് അടിക്കുന്നത് അവസാനിപ്പിക്കുക. ശാന്തമായി ആ ലൈഫ് ഗാർഡിന് നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശാന്തതയിലേക്ക്, ഒരു സ്വസ്ഥതയിലേക്ക് വരിക എന്നുള്ളതാണ്. വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. നമ്മളേത് ചുഴിയിൽ പെട്ടാലും, നമ്മളേത് ഒഴുക്കിൽ പെട്ടാലും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വെപ്രാളപ്പെട്ടു പോകും. പക്ഷേ ആ വെപ്രാളത്തിൻ്റെ ഇടയിലും നമ്മളെ താങ്ങി നിർത്താനായ ഒരു കരം നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ കീഴെയുണ്ട് എന്ന് ശാന്തമായി ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ വലിയ ചുഴിയിൽ നിന്നും വലിയ ഒഴുക്കിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുക. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന കാനാൻകാരി സ്ത്രീയും ഇതുപോലെ വെള്ളത്തിൽ കാലും കയ്യും ഇട്ടടിക്കുന്ന ഒരവസ്ഥയിലാണ്. അവളുടെ കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. മകള് പിശാച് ബാധ്യതയാണ്. അതിക്രൂരമായ പിശാച് ആ മകളെ പീഡിപ്പിക്കുന്നുണ്ട്. ഒരു സൗഖ്യവും കാണാഞ്ഞിട്ടാണ് അവൾ ഈശോയുടെ അടുത്ത് വരുന്നത്. ഈശോയുടെ അടുത്ത് വരുമ്പോഴും അവൾക്ക് സ്വസ്ഥതയില്ല, അവളുടെ വെപ്രാളം മാറുന്നില്ല, അവൾ നിലവിളിക്കുകയാണ്. ഈശോ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈശോ പറയുന്നത്. പക്ഷേ അവിടെ പോലും അവസാനം ഈ വെപ്രാളമൊക്കെ അവസാനിപ്പിച്ച് ഈ കനാൻകാരി സ്ത്രീ പൂർണ്ണമായി അവളെ തന്നെ ഈശോയ്ക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അവൾ പറയുന്നുണ്ട്, കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അവൾ ഈശോയുമായിട്ട് തർക്കിക്കാനൊന്നും പോകുന്നില്ല. ഈശോ വളരെ രൂക്ഷമായ ഭാഷയിൽ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല എന്ന് പറയുമ്പോൾ അതുമായിട്ട് തർക്കിക്കാനൊന്നും പോകാതെ അതെങ്കിൽ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോട്ടൽ സറണ്ടർ ഈശോയിൽ. അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോഴാണ് എല്ലാ വെപ്രാളങ്ങളും മാറ്റിവെച്ച്, എല്ലാ കൈയിട്ടടിക്കലുകളും കാലിട്ടടിക്കലുകളും മാറ്റിവെച്ച് ടോട്ടൽ സറണ്ടറിലേക്ക് ആ കാനാൻകാരി സ്ത്രീ കടക്കുമ്പോഴാണ് ഈശോളെ പറ്റി പറയുന്നത് എന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. അവളുടെ വിശ്വാസത്തെ, അതാണ് വിശ്വാസം. ഈ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്, ശരണപ്പെടുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിന്റെ വിശ്വാസം വലുതാണ്. മാത്രവുമല്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ശാന്തതയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, ഈ കാനാൻകാരിക്ക് അങ്ങനെ സാധിച്ചപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ അത് അനുഭവിക്കാൻ പാകത്തിന് അവളുടെ മനസ്സും ശരീരവും ആത്മാവും ഹൃദയവും ഒക്കെ ഒരുങ്ങുന്നത് ഈ വിശ്വാസത്തിൻ്റെ ശാന്തതയിലേക്ക് അവൾ കടക്കുമ്പോഴാണ്. ഞാൻ ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൽ കഴിഞ്ഞ മാസം യൂണിറ്റ് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു റിട്ടയേർഡ് ടീച്ചർ ഷെയർ ചെയ്ത ഒരു അനുഭവം, അവരുടെ അനുഭവമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതുകയാണ്. ഈ കോണ്ടെക്സ്റ്റിൽ വളരെ ആപ്റ്റാണ്. അവർ പഠിപ്പിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ കൃത്യ സ്ഥലം ഓർക്കുന്നില്ല, അവിടേക്ക് ഈ കടത്ത് കടക്കണം, വഞ്ചിയിൽ പോകണം, അന്ന് പാലമില്ല. അങ്ങനെ ഒരു ദിവസം സ്കൂള് കഴിഞ്ഞ് തിരികെ പറവൂർക്ക് വരാനായിട്ട് വഞ്ചി കാത്തു നിൽക്കുമ്പോൾ കാലാവസ്ഥ വളരെ പ്രക്ഷുബ്ധമായി. മഴയ്ക്കും കാറ്റിനും കോളിനും ഇടിമിന്നലിനുമൊക്കെ സാധ്യതയുള്ളൊരു കാലാവസ്ഥ. വഞ്ചി വന്നു,
കാത്തുനിന്നവരിൽ 2 പോലീസുകാരുണ്ടായിരുന്നു. അവരാരും വഞ്ചിയിൽ കയറാനായിട്ട് തയ്യാറാകാതെ നിൽക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് പോകാം, എന്തോരം നേരം കാത്തു നിൽക്കും. അങ്ങനെ ഈ ടീച്ചറടക്കം കുറച്ച് പേര് ഈ വഞ്ചിയിൽ കയറി വഞ്ചി അക്കരയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അധികം എത്തും മുമ്പ് പേടിച്ചിരുന്നത് പോലെ കാലാവസ്ഥ പ്രക്ഷുബ്ധമായി, കാറ്റും കനത്ത മഴയും ഇടിമിന്നലും ഒക്കെയായി ഈ വഞ്ചി ആടി ഒലയാനായിട്ട് തുടങ്ങി. വഞ്ചിയിലുണ്ടായിരുന്ന എല്ലാവരും നിലവിളിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും പേടിച്ചു. ധൈര്യം കൊടുത്ത പോലീസുകാരും പേടിച്ചു. പക്ഷേ ടീച്ചർ മാത്രം വളരെ ശാന്തമായി, വളരെ പുഞ്ചിരിയോടെ ആ സമയം ചെലവഴിച്ചു. പ്രാർത്ഥനയോടെ മറ്റുള്ളവരെയൊക്കെ ശക്തിപ്പെടുത്തി ടീച്ചർ വഞ്ചിയിൽ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് കാലാവസ്ഥ മെച്ചപ്പെട്ടു. അവർ തിരികെ സ്റ്റാർട്ട് ചെയ്തോടത്തേക്ക് തന്നെ ചെന്നു. അവിടെ ചെന്ന് ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല, ഈ മഴയും കാറ്റുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപകടം പറ്റി എന്നാണ് ഞങ്ങൾ കരുതിയത്. വഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എങ്ങനെയാണ് ഇത്രയും ധൈര്യത്തോടെ പുഞ്ചിരിയോടെ ഞങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വഞ്ചിയിൽ ആയിരുന്നു? ഇത്രയേറെ കാറ്റടിക്കുമ്പോൾ ഇതുപോലെ വഞ്ചി ആടി ഉലയുന്ന സമയത്ത് ടീച്ചർ അവരോട് പറഞ്ഞത് ഇതാണ്, എനിക്കൊരു പേടിയും തോന്നിയില്ല. ഇങ്ങനെ കാറ്റ് അടിച്ച് ഈ വഞ്ചി ആടി ഉലയുന്ന സമയത്ത് ഞാൻ ഈശോയുടെ മടിയിലിരുന്ന് ഊഞ്ഞാലാടുന്നത് പോലെയാണ് തോന്നിയത്. ഇതാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ ഈശോയുടെ മടിയിലിരുന്ന് ഊഞ്ഞാലാടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സ്നേഹമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയിലും ഇതുപോലെ ഏതു വലിയ കൊടുങ്കാറ്റടിച്ച് നമ്മുടെ ജീവിത തോണി ഇങ്ങനെ ആടി ഒലയുമ്പോഴും ഈശോയുടെ മടിയിലിരുന്ന് ഞാൻ ഊഞ്ഞാലാടുകയാണ് എന്ന് ചിന്തിക്കാനായിട്ടുള്ള ശാന്തത, ശരണം, അത് നമ്മളിലുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരം വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളായിരിക്കും. വലിയ പ്രശ്നങ്ങൾ, പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോഴും ഞാൻ ഈശോയുടെ കരങ്ങളിൽ സുരക്ഷിതയാണ് എന്ന് നമ്മൾ ചിന്തിച്ച നിരവധി അനുഭവങ്ങൾ നമ്മുടെ കൊച്ചുനാൾ മുതൽ നമ്മളൊന്ന് സ്വസ്ഥമായി ദൈവ തിരുമുമ്പിലിരുന്ന് ധ്യാനിച്ചാൽ നമുക്കും ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓർത്തെടുക്കുന്നിടത്താണ്, ഇത്തരം കൊച്ചനുഭവങ്ങൾ ഇതൊക്കെ ഓർത്തെടുക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തെ പറ്റി ലോജിക്കലായിട്ടൊരു ക്ലാസ് എടുത്ത് ആരുടെയും വിശ്വാസം കൂട്ടാനായിട്ട് പറ്റില്ല, വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടായ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ, അത് ചുറ്റുമുള്ളവരോട് ധൈര്യത്തോടെ നാണം കൂടാതെ പറയാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും ആഴപ്പെടും. അത് കേൾക്കുന്നവരുടെ വിശ്വാസവും, അനുഭവത്തിൽ നിന്ന് വരുന്ന വിശ്വാസത്തിൻ്റെ അനുഗ്രഹമാണ്. അത് കേൾക്കുന്നവൻ്റെ വിശ്വാസവും ആഴപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം ആഴപ്പെടാൻ, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലും ജീവിത സാഹചര്യങ്ങളിലും ഞാൻ ഈശോയുടെ മടിയിലിരുന്ന് ഊഞ്ഞാലാടുകയാണ് എന്ന് ചിന്തിക്കാൻ, ഏത് പ്രക്ഷുബ്ധമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ഈശോയുടെ സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ചിന്തിക്കാൻ, എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. ഈ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ, അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ അനുഭവങ്ങൾ വഴിയായി നമ്മുടെ ചുറ്റുമുള്ളവരും വിശ്വാസത്തിൽ ആഴപ്പെടാനും ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അത്തരത്തിൽ ധ്യാനിക്കുകയും അത്തരത്തിൽ ആ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം നമുക്ക്.